മരിക്കുന്നതിന് മുമ്പ് റൗള ശരീഫിന്റെ മുറ്റത്ത് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് സലാം പറയാൻ എനിക്കൊരു ഭാഗ്യം തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പടച്ചവനെ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട മുഖമുണ്ടല്ലോ, അത് സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ ഭാഗ്യമ തരണേ അല്ലാഹ് എന്ന് പടച്ചവനോട് ദുആ ചെയ്യുന്നവരാ. ഒരു വട്ടം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ആ പാനീയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ കുതിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകന് അതാ ജനങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ ആ പ്രവാചകന്റെ അതിഥിയായി നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കുതിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവര്, ആ നബിതങ്ങളെ കാണാ കുതിക്കുന്നവര്, പടച്ചവനെ ശഅബാനിൽ നബിതങ്ങളെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ച് പറയാനാ? അതുകൊണ്ട് നബിതങ്ങളെ കുറിച്ച് പഠിക്കാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന്റെ സ്വഹാബകളിൽ ആ പ്രവാചകന്റെ ഖാദിമാണ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ഇറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലിമു തസ്ലീമാ എന്ന് പറയുന്ന ആ വിശുദ്ധമായ ആയത്ത് ഇറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട